നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കണ്ടു കാണും. അനുമോളാണ് വിജയിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും അനീഷേട്ടൻ സെക്കൻഡ് ടോപ്പ് 2 ആണ്. അതായത് ഫസ്റ്റ് റണ്ണറപ്പായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത് അനുമോൾ വിജയായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. കാരണം അനുമോൾ PR വർക്കിലൂടെയാണ് ഇതിലേക്ക് കടന്നു വന്നിരുന്നാണ് സകല ആൾക്കാരും പറയുന്നത്. കാരണം അത്രത്തോളം നെഗറ്റീവാണ് അനുമോൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അനുമോൾ ഇപ്പോൾ ഒരു PR വർക്കിനെ കുറിച്ച് തന്നെ ജനങ്ങൾ നമ്മളെല്ലാവരും അറിയുന്നത് തന്നെ അനുമോളും ബിന്നിയും കൂടിയുള്ളൊരു മോർണിംഗ് ടാസ്കിലുള്ള ഒരു ഇഷ്യൂ ചർച്ചയായപ്പോഴാണ് PRനെ കുറിച്ച് അറിയുന്നത്. കാരണം അതുകൊണ്ട് തന്നെ അനു ഭയങ്കര നെഗറ്റീവാണ്. എന്ന് വെച്ചാൽ അവർ ഇത്രയും കാശ് കൊടുത്തിട്ട് ഇവിടെ ഇതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് അവിടെ കളിക്കാനല്ലേ നിൽക്കേണ്ടത്. ചുമ്മാ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് എല്ലാവരും സാധാരണക്കാരാണ്. ഇപ്പോൾ അനുമോളുടെ സെലിബ്രിറ്റി എടുത്ത് മാറ്റിയാലും ഇവിടെ വന്ന എല്ലാ കണ്ടസ്റ്റൻറ്റുകളും പല കണ്ടസ്റ്റൻറ്റുകൾക്കും സെലിബ്രിറ്റി ഇല്ലെങ്കിൽ ആ ഒരു ഇതെടുത്ത് മാറ്റി എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാവരും കളിച്ച് ജയിക്കാനോ അല്ലാതെ പൈസ കൊടുത്തിട്ട് വിജയമാവുന്നതിന് യാതൊരു അർത്ഥവുമില്ല. എനിവേസ് അങ്ങനെ ഒരു ഇഷ്യൂസ് നടന്നു. അങ്ങനെ പക്ഷെ അനുമോൾ അതിന് എന്താ പറയുന്നത്, അതിന് തികച്ചും എതിർത്താണ് അവിടെ സംസാരിച്ചത്. പക്ഷെ അതോടുകൂടി അനുമോളോട് എല്ലാവർക്കും ഒരു നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. അനീഷേട്ടൻ വിജയിക്കുന്ന അവസാന നിമിഷം വരെ എല്ലാവരും കരുതിയിരുന്നു. പക്ഷെ വേറെ കാര്യമെന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നതിൻ്റെ മോർണിംഗ് തന്നെ എങ്ങനെ ലീക്ക് ഔട്ട് ആവുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എല്ലാവരും പറഞ്ഞു അനുമോൾ കപ്പ് കൊണ്ടുപോയി അങ്ങനെയുള്ള ഇത് ഓൾറെഡി ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ആയിരുന്നല്ലോ. എനിവേസ് അങ്ങനെ എന്താ പറയുക, എല്ലാവരും പറഞ്ഞു അനുമോൾ കപ്പ് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നേരത്തെ എങ്ങനെ അറിയുന്നതെന്നും ചോദിച്ചാൽ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഒരു 10% അല്ലെങ്കിൽ 5% പേർക്കും കാണുന്നതിനോട് താല്പര്യമില്ല. കാരണം അപ്പോഴേ എല്ലാവരും മനസ്സിലായത് അനുമോളാണ് വിജയിക്കുന്നതെന്നാണ് എല്ലാവരും മനസ്സിലാക്കിയത്. എന്നിരുന്നാലും നമ്മുടെ അനീഷേട്ടൻ വിജയിച്ചില്ലാത്തതിൽ വളരെ ഒരു വിഷമമുണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറയാം, അനുമോൾക്ക് കപ്പ് കിട്ടിയെങ്കിൽ അനീഷേട്ടൻ വിജയിച്ചത് ജനങ്ങളുടെ മനസ്സിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കോമണറായിട്ട് ആദ്യം തന്നെ കയറി വന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഫസ്റ്റായിട്ട് കയറി വന്നു. ഫസ്റ്റ് റണ്ണറപ്പായിട്ട് തന്നെ പോയ വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹം എന്തായാലും അത്രമാത്രം എല്ലാവരും സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറായാലും ബിഗ് ബോസിനകത്തെ ക്യാരക്ടറാണ് ഉദ്ദേശിക്കുന്നത്, ക്യാരക്ടറായാലും അങ്ങനെ അവിടുത്തെ ഗെയിമായാലും എല്ലാം നല്ലതായിരുന്നു. പക്ഷേ നെഗറ്റീവ് കണ്ടൻറ്റ് കൊടുത്തതാണ് അനുമോളായിരുന്നു. ഇപ്പം ഞാൻ രണ്ടുപേരും തമ്മിൽ താരതമ്യം പറയുള്ളൂ. പക്ഷേ ഒരു ഗെയിം ആകുമ്പോൾ PR വർക്കിലൂടെ മാത്രം ജയിച്ചാൽ അപ്പോൾ അവരുടെ കഴിവുകൊണ്ടും ജയിക്കണം, അല്ലാതെ കരച്ചിലും അതും ഇതും കൊണ്ടൊന്നും ജയിച്ചാൽ പാടില്ല. എല്ലാവരും ഒരു പാവത്തെ പോലെ നിന്നിട്ടൊന്നും കാര്യമില്ല. ഒരു ഗെയിം ആകുമ്പോൾ അവർ കളിച്ച് വേണം ജയിക്കാൻ. അല്ല ചുമ്മാ ഇതിനകത്ത് വന്ന് പൈസയും കൊടുത്ത് നിന്ന് ജയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ അനീഷേട്ടനെ കാണുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഇടയിൽ നിന്ന് പോയാണ്ട് നമുക്ക് ഭയങ്കര ഒരു ആങ്സൈറ്റി. അദ്ദേഹം ജയിക്കും, അങ്ങനെ ആയിരിക്കും അദ്ദേഹം. സാധാരണക്കാരെന്ന് പറയുമ്പം എന്താ പറയുക, അവർക്ക് കൂടുതൽ അഭിനയിക്കാനൊന്നും അറിയത്തില്ല. അവർ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾക്ക് അനീഷേട്ടനെ ഇട്ട് നോക്കിക്കൊണ്ടിരുന്നത്. എനിവേസ് അനീഷേട്ടന് എന്താ പറയുക, കിട്ടാവുന്നപ്പോൾ അത്രമാത്രം പ്രോബ്ലംസ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിരവധി പേര് പല കമൻറ്റുകളാണ് നിന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ചിലരുടെ അനീഷേട്ടൻ ഞങ്ങളുടെ സ്വന്തം വിന്നറാണ്, എന്നും ജനങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെയാണ് അനീഷേട്ടനെ കുറിച്ച് പറഞ്ഞത്. കൂടാതെ ബിഗ് ബോസിൽ 2ാം സ്ഥാനവും ജനമനസ്സിൽ 1ാം സ്ഥാനവുമാണ് വ്യക്തിയാണ് അനീഷേട്ടൻ. നാടകമില്ലാത്തൊരു ജെനുവിനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പേഴ്സൺ ആയിരുന്നു അനീഷേട്ടൻ എന്ന് പറയുന്നുണ്ട്. കോമണറായി വന്ന് ജനമനസ്സിൽ ഇടം പിടിച്ചൊരു വ്യക്തിയാണ്. ഒരു ശരിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളുടെ മനസ്സിലെ ഒരു വിജയിയാണ് അനീഷേട്ടൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികളും സ്വഭാവ ഗുണങ്ങളൊക്കെ കാരണം നല്ലപോലെ അദ്ദേഹം ജനമനസ്സിൽ ഇടപെടിച്ചിട്ടുണ്ട്. പിന്നെ ചില പറയുന്നതെന്ന് വെച്ചാൽ റിയൽ വിന്നർ ഓഫ് അവർ ഹേർട്സ് എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് 100% അത് ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും മനസ്സിലെ വിജയി എന്ന് പറയുന്നത് അനീഷേട്ടൻ തന്നെയാണ്. ഈ സീസൺ അനീഷേട്ടൻ്റെ പേരിൽ അറിയപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അതൊരു ശരിയായിരിക്കും. കാരണം ഇനിയെങ്കിലും ഇങ്ങനെ ഈ PR കൊടുക്കുന്നവരെയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എല്ലാവരും വോട്ട് കൊടുക്കാൻ. പിന്നെ നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അത്രയും പേര് വോട്ട് കൊടുത്താൽ അനീഷേട്ടൻ ജയിക്കത്തില്ലെന്നാണ് എൻ്റെ സംശയം. അങ്ങനെ കാരണം ഒരു PR ഇല്ലാതെ വന്ന 2 പേരാണ് നെവിനും അനീഷേട്ടനും. അവരെന്തായാലും വിജയിച്ചൊന്നുമില്ല. മീൻസ് ഫസ്റ്റ് റണ്ണറപ്പായ അനീഷേട്ടനൊക്കെ ഒരു എന്താ പറയുക, ചിലരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു കോമണറായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് അനുവിൻ്റെ ഇൻ്റർവ്യൂ ഞങ്ങളെല്ലാവരും കണ്ടോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അനുവിൻ്റെ ഇൻ്റർവ്യൂ അനു PRനെ കുറിച്ച് പറയുന്നുണ്ട്. അനു PR കൊടുത്തു, കള്ളത്തരം പറയാൻ വേണ്ടി ഇരുന്നു. പക്ഷെ അറിയാതെ വായിൽ നിന്ന് വന്നു പോയി അത് PR കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അവർ തന്നെ അവിടെ സത്യം പറയുകയാണ്. പിന്നെ അവർ വിജയിച്ചിട്ട് എന്താണ് കാര്യം? അവർ തന്നെ PR കൊടുത്തു എന്നുള്ളത് സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെ PR കൂടെ വിജയിച്ച ഒരാളെ അത്രമാത്രം ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ചുമ്മാതെ കളിച്ച് ജയിക്കാനല്ലാതെ പൈസ കൊടുത്ത് ട്രോഫി വാങ്ങിപ്പോലെ പോയാണ് അനുമോടെ കാര്യം. അനീഷേട്ടനാണ് യഥാർത്ഥ